ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടോ. കേരളത്തിലെ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരേപോലെ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്ത. ആ ദീപക് എന്ന പാവപ്പെട്ട സഹോദരന്റെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണക്കാരനായ സ്ത്രീക്കെതിരെ കേസെടുത്തിരിക്കുന്നു. സമൂഹ മാധ്യമത്തിലെ ലൈംഗിക ആരോപണത്തിനു പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്തതിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. ഷിംജിത മുസ്തഫയ്ക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കുടുംബത്തിന്റെ പരാതിയിലാണ് നടപടി. എഫ്ഐആറിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, ഗുഡ് ഈവനിങ്. അർജുൻ, നമ്മളെ വല്ലാതെ ഞെട്ടിച്ച സംഭവമാണ് ദീപകിന്റെ ആത്മഹത്യ. ദീപക് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു എന്ന മട്ടിലുള്ള പ്രചരണം വന്നു. ദീപകിന്റെ കുടുംബം ഇന്ന് പരാതിയുമായി വന്നു. നിരവധി പരാതികളാണ് DIGക്കും മുഖ്യമന്ത്രിക്കും അടക്കം കിട്ടിയത്. ഇപ്പോൾ ഷിംജിതയ്ക്കെതിരെ കേസിലെത്തിയിരിക്കുകയാണ്. ഷിംജിത നേരത്തെ ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു. ലീഗ് ഒരു ജനപ്രതിനിധി ആയിട്ടാണ് ഈ ഒരു അവസ്ഥ. ആലോചിച്ച് നോക്കണം. ആ ഒരു വീഡിയോ നിങ്ങൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും കണ്ടതാണല്ലേ. ആ ഒരു വീഡിയോയില് ആ ഒരു മനുഷ്യൻ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തതായിട്ട് എനിക്ക് അതിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. സ്ഥാനാർത്ഥിയായി വിജയിച്ചതാണ് അരീക്കോട് പഞ്ചായത്തിൽ. ആ ഷിംജിതയ്ക്ക് നിയമം അറിയാം. പക്ഷെ എന്നിട്ടും പോലീസിനെ സമീപിക്കാതെ, ഒരു പരാതി പോലും നൽകാതെ ഒരു യുവാവിനെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിന്റെ ഭാഗമായി യുവാവ് ജീവനൊടുക്കി. എഫ്ഐആറിന്റെ പകർപ്പിൽ എന്താണ് പറയുന്നത് അർജുൻ കല്യാൺ? മുമ്പ് KSRTCയിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായില്ലേ? ഇതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ KSRTCയിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോ. അതേപോലെ ഇതുകൊണ്ട് ചീറ്റിപ്പോന്ന് മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് കൃത്യമായിട്ട് ലോക്ക് വീണു. ഡോക്ടർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ഒരു പരാതിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടിയോ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ സമൂഹ മാധ്യമത്തിൽ ഒരു യുവാവിനെതിരെ ഇത്തരം ഒരു പോസ്റ്റർ ഇടുകയും അതിനകത്ത് കൃത്യമായ രീതിയിൽ റീച്ച് ഉണ്ടാക്കാതെ മാത്രമുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള പ്രതികരണമൊക്കെ ഈ യുവതി നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനമാണ് ഈ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ദീപകിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. കുടുംബം ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതി അത് പിന്നീട് DYSPക്കും അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനും കൈമാറുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ 8 മണിയോടുകൂടി തന്നെ ഇങ്ങനെ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും ആ കുടുംബം ആ കേസായിട്ട് മുന്നോട്ട് പോട്ടെ. ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരിക്കലും ഇനി എന്തായാലും തിരിച്ചു കിട്ടില്ല. പക്ഷേ അവൾക്ക് കിട്ടേണ്ടത് എന്തായാലും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.